പിന്നെ പെരുന്നാളൊക്കെ അല്ലേ, എന്താ എല്ലാവരുടെയും പ്ലാന്? അപ്പോൾ ഇപ്രാവശ്യം പുഡിങ് ഉണ്ടാക്കണ്ടോ? എങ്കിലേ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയോളൂ കേട്ടോ. വേറെ ഒന്നുമല്ല, ക്യാരറ്റ് പുഡിങ്ങാണ്. നമ്മളൊരു 3 ക്യാരറ്റ് വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം കൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് പാലിലാണ് പുഡിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ 2 കപ്പ് പാലിലേക്ക് നമുക്കൊരു 10 ഗ്രാമോളം ചൈന ഗ്രാസ് വേണം കേട്ടോ. അത് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടേ നമ്മളിതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. കുറച്ച് നേരം നമ്മളിത് സോക്ക് ചെയ്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും ഇത് മെൽറ്റ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ക്യാരറ്റ് വേണം. വലുതാണെങ്കിൽ ഒരു 3 ക്യാരറ്റ് എടുക്കുക, ചെറുതാണെങ്കിൽ ഒരു 5 എണ്ണമെങ്കിലും നിങ്ങൾ എടുക്കുക കേട്ടോ. അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്കർ അടച്ചിട്ട് വേവിച്ചെടുക്കണം. 3-4 വിസിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ, നല്ല പോലെ വെന്തോട്ടെ. എന്നിട്ട് നമ്മൾ തണുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ അങ്ങ് അരച്ചെടുക്കുക കേട്ടോ. ഈ അരച്ചെടുത്ത മിക്സി ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. സോസ് പാനിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. പഞ്ചസാര കളറൊക്കെ ചേഞ്ച് ചെയ്ത് അതുപോലെ നല്ല പോലെ മെൽറ്റായി വരണം കേട്ടോ. ഇതിൽ തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ നമ്മൾ ഇതുപോലെ മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു ടോഫിയുടെ ടേസ്റ്റ് കൂടെ നമ്മുടെ പുഡിങ്ങിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ദേ ഈ സമയത്ത് ഇതുപോലെ കട്ടൊക്കെ പിടിക്കും പഞ്ചസാര. അപ്പോൾ നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട കേട്ടോ, ഇത് മെൽറ്റാവുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പാലൊക്കെ ഒഴിച്ച് വരുന്ന സമയത്ത്, പാല് തിളക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് മെൽറ്റായി വരും കേട്ടോ. അപ്പോൾ ദേ ഇത് നല്ല പോലെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിതിലേക്ക് 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് എന്ന് പറയുമ്പോൾ 500 മില്ലി വരും. എന്നിട്ട് നമ്മൾ ഈ ഒരു പാലിലിട്ടിട്ട് നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കണം. പാലും പഞ്ചസാരയൊക്കെ അവിടെ മെൽറ്റാവുന്ന സമയത്ത് നമുക്ക് ഇപ്പുറത്ത് വെച്ചിട്ട് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ അതേ വെള്ളത്തോടു കൂടിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് വെള്ളം അങ്ങ് വറ്റി പോവുകയേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അഥവാ സംഭവിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു അളവ് അങ്ങ് തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പാലിൻ്റെ കൂട്ടി ഇവിടെ നല്ല പോലെ ആ പഞ്ചസാരയൊക്കെ നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരറ്റിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇപ്പുറത്ത് നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചൈന ഗ്രാസിൻ്റെ കൂട്ടുണ്ടല്ലോ, അതും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ പ്രത്യേകം പറയാണ്, ഈ 2 സാധനം ഒരേ ചൂടിലങ്ങ് മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ എനിക്കിത് പാളിപ്പോവില്ല കേട്ടോ. ചില സമയത്ത് നമ്മൾ ഈ പാലൊക്കെ തണുത്തതിന് ശേഷം ഇത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതങ്ങ് ആകെ പിരിഞ്ഞൊരവസ്ഥയിലേക്ക് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരേ ടെമ്പറേച്ചറിൽ ഇത് രണ്ടും മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് പുഡിംഗ് ട്രൈയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ പുഡിംഗ് ട്രൈയിലേക്ക് ഒഴിക്കുന്നതിന് മുൻപേ കുറച്ച് നെയ്യൊന്നും ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചെടുക്കാനായിട്ട്. അത് വേറെ ഒന്നുമല്ല, ഇതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചൈന ഗ്രാസിൻ്റെ തരികളോ അതല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ തരികളൊക്കെ ഉണ്ടാവും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അരിച്ച് തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ടേ റൂം ടെമ്പറേച്ചറിൽ വെക്കുന്ന സമയത്ത് ചെറുതായി ഇങ്ങനെ കട്ടിയായി വരും. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് അതിട്ടിട്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്തെടുത്തു എന്ന് മാത്രം. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ തേങ്ങ കൂടെ ഇതിലേക്ക് കടിക്കാൻ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് വേറെ ഒന്നുമില്ല, നമ്മൾ തണുപ്പിച്ചിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങ് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ക്യാരറ്റ് നമ്മൾ വെറുതെ അതുപോലെ അരച്ച് ചേർക്കാതെ ഇതിലേക്ക് ആ ടോഫിയുടെ ടേസ്റ്റ് കൂടെ വരുമ്പോഴേ വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക. ഈ ഒരു പെരുന്നാൾക്ക് ഇത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ വീട്ടിലെ പുഡിങ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.